സംഗീത മുഖരിതമാകാൻ തലസ്ഥാനം. ജനൻ ടി വി മ്യൂസിക് ഇന്ത്യ സീസൺ 3യുടെ ഭാഗമായി നടക്കുന്ന നന്ദഗോവിന്ദം ഭജൻസിന്റെ സംഗീത പരിപാടിയിൽ പങ്കെടുക്കാൻ നിശാഗന്ധിയിലേക്ക് ഒഴുകിയെത്തുകയാണ് വൻ ജനാവലി. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നിന്ന് ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, നിരവധി ആളുകൾ, നൂറുകണക്കിന് ആളുകളാണ് ജനൻ ടി വി ഒരുക്കുന്ന ഈ സംഗീത പരിപാടിയിൽ പങ്കെടുക്കാൻ അങ്ങോട്ടേക്ക് എത്തുന്നത്. നന്ദഗോവിന്ദം ഭജൻസിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ അക്ഷരാർത്ഥത്തിൽ തന്നെ നിശാഗന്ധി നിറഞ്ഞു കവിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആളുകൾ ഒക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ടല്ലോ. ദിസ്ന സുരേഷ്, കൂടുതൽ വിവരങ്ങൾ. സംഗീത ആരാധകർ കാത്തിരുന്ന സംഗീത വിരുന്ന് അത് തലസ്ഥാനത്ത് ഇന്ന് നടക്കുന്നു. ജനൻ ടി വി മ്യൂസിക് ഇന്ത്യ സീസൺ 3യുടെ ഭാഗമായിട്ടാണ് നന്ദഗോവിന്ദം ഭജൻസ് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ അരങ്ങേറുന്നത്. വൻ ജനാവലി ഇതിന് സാക്ഷിയാകാൻ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. ദിസ്ന, കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും വിനോദ്, വലിയ ജനപങ്കാളിത്തമാണ് ജനൻ ടി വിയുടെ മ്യൂസിക് ഇന്ത്യ സീസൺ 3ക്കുള്ളത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ നിശാഗന്ധി മുഴുവൻ ഈ നന്ദഗോവിന്ദം ഭജൻസിന്റെ ആരാധകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, ഈ അടുത്തായി സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഏറ്റവും കൂടുതൽ അവരുടെ പാട്ടുകൾ ഹിറ്റായി മാറിയത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നിരവധി ആളുകൾ, ജില്ലയുടെ അകത്തു നിന്നും പുറത്തു നിന്നുമായി നിരവധി ആളുകൾ ഈ നന്ദഗോവിന്ദം ഭജനാസ് അവരുടെ ഭജനയ്ക്കായി കാതോർക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മ്യൂസിക് ഇന്ത്യ സീസൺ 3യെ ഏറ്റവും ആവേശകരമാക്കുന്നത് എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തിയിട്ടുള്ള പ്രേക്ഷകരുടെ ആ ദൃശ്യങ്ങൾ തന്നെയാണ്. നിരവധി ആളുകൾ. ഏറ്റവും സവിശേഷമായി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിനോദ, പ്രായഭേദമന്യേ ആണ് ഈ പരിപാടി കാണുവാൻ ഇവിടെ ആളുകൾ എത്തിയിട്ടുള്ളത് എന്ന് തന്നെയാണ്. യൂത്തിൻ്റെ ഇടയിലായാലും, പ്രത്യേകിച്ച് പ്രായമായ ആളുകൾക്കിടയിലായാലും, അല്ലെങ്കിൽ ഒരു യങ് ഏജിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ആയാലും ഏറ്റവും കൂടുതൽ ആസ്വാദ്യകരമായ ഒരു ഭജന ടീം തന്നെയാണ് നന്ദഗോവിന്ദം ഭജനാസ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഇവിടെ ഈ പരിപാടി കാണുവാൻ എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സവിശേഷതയായി എടുത്തു പറയേണ്ടത്. ഇനിയിപ്പോൾ കുറച്ച് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്നു. എല്ലാവരും ആ പരിപാടി കാണുവാൻ അല്ലെങ്കിൽ ശ്രവിക്കുവാൻ വേണ്ടി ആവേശത്തോടെ ഇവിടെ ഇരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത്, നിശാഗന്ധിയിലാണ് ഈ പരിപാടി അരങ്ങേറുന്നത്. വലിയൊരു ജനപങ്കാളിത്തം ഈ പരിപാടിക്കുണ്ട് എന്നത് വലിയ സവിശേഷതയാണ്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ അവരുടെ പാട്ടുകൾ അല്ലെങ്കിൽ അവരുടെ പാട്ടിൻ്റെ വരികളൊക്കെ തന്നെയും എല്ലാവരും ഏറ്റിയിട്ട് പാടുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നു എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ചേച്ചി, പരിപാടി കാണാൻ വന്നിരിക്കുകയാണ്. എനിക്ക് കുറച്ച് നിമിഷങ്ങളേ ഉള്ളൂ അല്ലേ? എന്താ തോന്നുന്നത്? എക്സൈറ്റഡ്. വലിയ ഫാൻ ആയിരുന്നോ ഇവരുടെ? കാണാറുണ്ട്. ഇവിടെ അടുത്താണോ? കൊല്ലം. കൊല്ലത്തുനിന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ജനൻ ടി വി ഒരുക്കിയിരിക്കുന്ന ഈ പരിപാടിയാണ്. അതെ അതെ. എങ്ങനെയാണ് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അവരുടെ പാട്ടുകൾ ഏറ്റവും ഹിറ്റായി മാറുന്നത്? അതെ. ഏതെങ്കിലും ഫേവറേറ്റ് ഭജൻസ് ഉണ്ടോ അല്ലെങ്കിൽ സോങ്സ്? എല്ലാം ഇഷ്ടമാണ്. എല്ലാം കാണും. അപ്പോൾ വൈബാക്കും. പിന്നല്ല. തീർച്ചയായും വിനോദ്, വളരെ ആവേശത്തോടു കൂടിയാണ് ആളുകൾ ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന് തന്നെയാണ്. നമുക്ക് ഈ പ്രേക്ഷകരുടെ പ്രതികരണത്തിലേക്ക് പോവാം. ഈ നന്ദഗോവിന്ദം ഭജൻസിന്റെ ഒരു ഫാനാണോ? വളരെയധികം. എവിടെ നിന്നാണ് വരുന്നത്? എൻ്റെ വീട് പാലക്കാടാണ്. ട്രിവാൻഡ്രം വർക്ക് ചെയ്യുന്നു. കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് ഇവരുടെ ഭജൻസ്. ഏതെങ്കിലും ഫേവറേറ്റ് സോങ്സ് അല്ലെങ്കിൽ ഭജൻസ് ഉണ്ടോ ഇവരുടെ? ഏതാ പറഞ്ഞോ? മനോഹരി രാധേ. പാട്ട് പാടുവോ? ആസ്വദിക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി വരും മണിക്കൂറുകൾ ആസ്വാദനത്തിൻ്റെതാവട്ടെ. മണിക്കൂറായാലും ശരി, 2 മണിക്കൂറായാലും കണ്ടിട്ടേ പോകത്തുള്ളൂ. തീർച്ചയായും വിനോദ്, ഇവർ പറയുന്നത് 1 മണിക്കൂറായാലും 2 മണിക്കൂറായാലും അല്ലെങ്കിൽ സമയം വൈകിയാലും പ്രശ്നമില്ല, ആ ഭജൻസ് ആസ്വദിച്ച് മാത്രമേ അവർ ഇവിടെ നിന്ന് മടങ്ങുകയുള്ളൂ എന്നത് തന്നെയാണ് ഇവർ ഏറ്റവും എടുത്തു പറയുന്നത്. അത് തന്നെയാണ് ഈ പ്രേക്ഷക പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം എന്നത് തന്നെയാണ്. മ്യൂസിക് ഇന്ത്യ സീസൺ 3 ജനൻ ടി വി നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മ്യൂസിക് ഇന്ത്യ സീസൺ 3ക്ക് വലിയ ജനപങ്കാളിത്തം ഉണ്ടാവുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സവിശേഷതയായി. തിരുവനന്തപുരത്തെ കൗൺസിലർമാർ, അതേപോലെ തന്നെ മേനക സുരേഷ് നമ്മുടെ പ്രേക്ഷകയായി തന്നെ അവിടെ ഇരിപ്പുണ്ടല്ലോ. കലാരംഗത്ത് അറിയപ്പെടുന്ന സാന്നിധ്യം തന്നെയാണ്. മേനക സുരേഷിന്റെ ഒരു അഭിപ്രായം കൂടി ദിസ്ന സുരേഷ്. തീർച്ചയായും വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ മേനക സുരേഷ് ഇവിടെ
ഇവിടെ എത്തി. നന്ദഗോവിന്ദം ഭജനാസ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭജന ടീം. നിരവധി ആളുകളാണ് ഈ ഭജന ടീമിന്റെ പാട്ടുകൾ ആസ്വദിക്കാൻ എത്തിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് മാം നോക്കി കാണുന്നത്? ഞാൻ യൂട്യൂബിൽ ഇവരുടെ പരിപാടി കണ്ടിട്ടുണ്ട്. നല്ല രസമാണ് അത്. ആളുകളെല്ലാവരും കൂടെ ഇരുന്ന് ഭജനയ്ക്ക് കൈത്തട്ടലും കരഘോഷം ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുള്ളതാണ്. നല്ലതാണ്. പക്ഷേ ഇത് തിരുവനന്തപുരത്ത് എനിക്ക് കാണാൻ നമുക്കൊരു സന്ദർഭം കിട്ടുക എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ്. നമുക്കൊരു നല്ലൊരു ഭാഗ്യം തന്നെ പറയണം. അതും ഈ സമയത്ത്, ഈ സന്ധ്യാസമയത്തേക്ക് ഇങ്ങനെ ഒരു ഭജൻ കേൾക്കുക എന്നുള്ളത് ഏറ്റവും നല്ലതാണ്. ഞാനും ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ സീറ്റില്ലെങ്കിലോ, അതുകൊണ്ടാണ് ഓടി ഇവിടെ നേരത്തെ. ഏതെങ്കിലും മോസ്റ്റ് ഫേവറേറ്റ് സോങ്സ് അല്ലെങ്കിൽ ഭജനാസ് ഉണ്ടോ ഇവരുടെ? അങ്ങനെയല്ല, കുറേ ഹനുമാൻ്റെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹനുമാനെ കുറിച്ചുള്ള ഒരു ഹിന്ദിയിലെ സോങ്സ് പാടാറുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയും കുറേ ഹരികഥ ഇതൊക്കെ പറയുമല്ലോ. അപ്പം ഇനി നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു വൈബ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുക. ഫസ്റ്റ് ടൈമാണ് എക്സൈറ്റ്മെൻറ്റിലിരിക്കുക. ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുമ്പോൾ ഏത് ഏജിലുള്ളവരും ഇത് ആസ്വദിക്കുന്നു എന്ന് തന്നെയാണ്. കുഞ്ഞു മക്കളുണ്ട്, അതോടൊപ്പം തന്നെ ഏത് യങ് ജനറേഷൻ, അതോടൊപ്പം തന്നെ പ്രായമായവർ എല്ലാവരും ആസ്വദിക്കും. അത് പാടുന്നവരും വളരെ യങ് ഏജിലുള്ളവരാണ്. ആ യങ് ഏജിലുള്ളവരൊക്കെ പലരും പല ഇതിലൊക്കെ എന്തൊക്കെയോ ഒരു മേഖലകളിൽ വരുന്നുണ്ട്. പക്ഷേ ഇവർ ഇത് തിരഞ്ഞെടുത്ത് അതൊരു ഭജനയാക്കി ഭയങ്കര വലുതായിട്ട് നീട്ടാതെ ഷോർട്ടായിട്ട് ചെറിയ ചെറിയ പാട്ടുകളാകുമ്പോൾ പെട്ടെന്ന് പിള്ളേരുടെ മനസ്സിലും പെട്ടെന്ന് കയറും. അത് നമുക്ക് മൂളാവുന്ന പാട്ടുകളാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്കങ്ങ് അബ്സോർബ് ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങനത്തെ ഒരു പാട്ടാണ് അവരെല്ലാവരും, യൂത്ത് മുഴുവൻ അവർ അങ്ങനെ ചെയ്ത് അതൊരു ഭയങ്കര സക്സസ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് വയസ്സായവർ തൊട്ട് കൂടെ ഉള്ള കൊച്ചു പിള്ളേർക്ക് വരെ കേൾക്കാൻ പറ്റുന്ന ഒരു പാട്ടുകളാണ്. എന്തായാലും വരും മണിക്കൂറുകൾ ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും വലിയ എക്സൈറ്റ്മെന്റിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഏതൊരാൾക്കും ഇവരുടെ പാട്ടിന്റെ വരികൾ ഏറ്റുപാടാൻ കഴിയുമെന്ന് തന്നെയാണ് ഏറ്റവും വലിയ സവിശേഷത. അതിന് സംഗീതം അറിഞ്ഞിരിക്കണമെന്നില്ല എന്നത് തന്നെയാണ് വിനോദ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തായാലും വലിയ പ്രേക്ഷക പിന്തുണ ഈ പരിപാടിക്ക് ലഭിക്കുന്നു എന്ന് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം, അല്ലെങ്കിൽ ഈ പരിപാടിയെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത്. കുഞ്ഞു മക്കൾ മുതൽ അതോടൊപ്പം തന്നെ പ്രായമായവർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പരിപാടിയിൽ എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും സവിശേഷമായി എടുത്തു പറയേണ്ടത്. ചേട്ടാ നേരത്തെ വന്നോ? നേരത്തെ വന്നു. 4-4:30 മണിയാക്കി ഇവിടെ എത്തി. വളരെ ആവശ്യത്തോടെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഫാനാണ്. തീർച്ചയായിട്ടും വളരെ വലിയൊരു ഫാനാണ്. അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ ഇവിടെ വന്നത്. സീറ്റ് പിടിച്ചിവിടെ ഇരിക്കുകയാണ് കാണാൻ വേണ്ടി. വളരെ ആവശ്യത്തിന്. പ്രത്യേക ഒരു പാട്ടോ ഭജൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അവരുടെ എല്ലാ പ്രോഗ്രാംസും വളരെ ഇഷ്ടമാണ്. എല്ലാം വളരെ സോഷ്യൽ മീഡിയ വഴി വരുന്നതും എല്ലായിടത്തും കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു ജനം TV ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിന് പ്രത്യേകം നന്ദിയുണ്ട്. നമുക്ക് തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് കാണാൻ വലിയൊരു അവസരം ഉണ്ടാക്കിയതിന് വളരെ നന്ദി. പാട്ട് പാടുവോ? ഇല്ല, പാടില്ല. അപ്പോൾ ഇനി വരും മണിക്കൂറുകൾ അടിപൊളിയാക്കും. സൂപ്പറാക്കി, അടിപൊളിയാക്കും. മോളുണ്ട്, വൈഫുണ്ട്, എല്ലാവരും ഫാമിലി എല്ലാവരും ഉണ്ട്. കുടുംബസമേതമാണ് എത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. വിനോദ്, ഇവർ പറയുന്നത് വരും മണിക്കൂറുകൾ ഇനി നന്ദഗോവിന്ദം ഭജനകൾ കൊണ്ട് ഈ നിശാഗന്ധി നിറയുമെന്ന് തന്നെയാണ്. നമുക്കറിയാം മനോഹരി രാധേ തുടങ്ങിയ ഗാനങ്ങളൊക്കെ തന്നെയും അവർ പാടിയപ്പോൾ അത് എത്രത്തോളം ഹിറ്റായിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാവുന്നതാണ് വിനോദ്. അതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സവിശേഷത. കൈക്കുഞ്ഞിനെയൊക്കെ കൊണ്ട് ഈ ഭജൻ കാണാൻ വന്നിരിക്കുന്ന ആളുകളെയൊക്കെ തന്നെ നമുക്ക് കാണാം. അവർ ഭയങ്കര സന്തോഷമാണ്. സംഗീതം എന്ന് പറയുമ്പോൾ സന്തോഷമാണ്, അതോടൊപ്പം തന്നെ ആസ്വാദനം തന്നെയാണ് സംഗീതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ സംഗീത നിശയെ എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സവിശേഷതയായി പറയേണ്ടത്. എന്തായാലും നിശാഗന്ധി ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് മാത്രമല്ല, അതോടൊപ്പം പറയേണ്ടത് ഇവിടെ എത്തിയിരിക്കുന്ന ആളുകളും ഈ പരിപാടിക്കായി ഒരുങ്ങിക്കഴിഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ അവർ പാടുന്ന ഭജനകൾ, അവർ പാടുന്ന വരികൾ, അതിനെയൊക്കെ തന്നെയും ഏറ്റുചൊല്ലുവാൻ നിരവധി ആളുകൾ ഇവിടെ ഉണ്ട് എന്നത് തന്നെയാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ സവിശേഷത. വിനോദ്, നേരത്തെ നമ്മൾ പ്രേക്ഷക പ്രതികരണം തേടിയിരുന്നു. ആ പ്രതികരണങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മണിക്കൂറുകൾക്ക് മുൻപേ ഇവിടെ എത്തി ഈ പരിപാടി കാണുവാനിരിക്കുന്ന ആളുകൾ ഉണ്ട് എന്നത് തന്നെയാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം. എന്തായാലും ജനം TV മ്യൂസിക് ഇന്ത്യ സീസൺ 3യുടെ നന്ദഗോവിന്ദം ഭജനാസിന് വലിയ ജനപങ്കാളിത്തം ഉണ്ട് എന്നത് തന്നെയാണ് ഈ സീസൺ 3യെ ഏറ്റവും വിജയമുള്ളതാക്കി മാറ്റുന്നത്. വിനോദ്, റാപ്പർ വേടനെ പോലെയുള്ളവർ സംഗീത രംഗത്തെ വളരെ മോശപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് നന്ദഗോവിന്ദം ഭജൻസ് പോലുള്ള സംഗീത പരിപാടികൾ സംഗീതത്തിൻ്റെ യഥാർത്ഥ തത്വം തിരിച്ചറിഞ്ഞ് അതിൻ്റെ യഥാർത്ഥ സംഗീതം ആസ്വാദന തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം. അത് മാത്രമല്ല, അത് ആസ്വദിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് അങ്ങോട്ടേക്ക് എത്തുന്നത്. പ്രായഭേദമന്യേ നിരവധി ആളുകൾ നേരത്തെ തന്നെ
അവിടെ സീറ്റ് തരപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 7 മണിക്ക് ആരംഭിക്കുന്ന പരിപാടിക്ക് ഇപ്പോൾ തന്നെ നിശാഗന്ധി ഏകദേശം 90% നിറഞ്ഞിരിക്കുന്നു എന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നു. നിരവധി ആളുകൾ മറ്റു ജില്ലകളിൽ നിന്ന് പോലും അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സംഗീതം ആസ്വദിക്കുന്നവർ, വിവിധ മേഖലകളിലുള്ളവർ, സാമൂഹ്യ രംഗത്തുള്ളവർ, രാഷ്ട്രീയ രംഗത്തുള്ളവർ, കലാരംഗത്തുള്ളവർ ഒക്കെ തന്നെയും അങ്ങോട്ടേക്ക് വളരെ നേരത്തെ തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ പരിപാടിയെ വിജയകരം ആക്കുന്നത്. കൃത്യം 6:30 മണിയോടുകൂടി തന്നെ ഭദ്രദീപം കൊളുത്തിയാണ് ഈ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത്. ജനൻ ടി വിയെ സംബന്ധിച്ച് വലിയ ജനകീയ പങ്കാളിത്തത്തോടെ നടത്തുന്ന മ്യൂസിക് ഇന്ത്യ 3 പ്രോഗ്രാമാണ് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ അരങ്ങേറുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തത്സമയം ദിസ്ന സുരേഷ്.